पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ അടുത്ത ഒരു പാടലിലേക്ക് പ്രവേശിക്കാം. നോക്കൂ. നീരും നീർക്കുടവും പോലല്ലീ ദേഹമറിഞ്ഞിടൂ, നീരു പോയാലും കുടമണ്ടത് വാഴും താനെ, ഉടൽ നീണ്ടിരുന്നിടാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി പടരുന്ന വൃത്തിയാളും ജീവനും വസിക്കണം. അപ്പോൾ ജീവൻ വസിക്കുന്ന കുടം, ജീവനാകുന്ന നീര്, ജീവനാകുന്ന ജലം എവിടെയാണ് കുടികൊള്ളുന്നത്? ആധാരത്തിലാണ് കുടികൊള്ളുന്നത്. അതായത് നീർക്കുടം, കുടവും നീരും, കുടവും ജലവും പോലല്ലീ ദേഹമറിഞ്ഞിടൂ. അപ്പോൾ ദേഹം എന്ന് പറയുന്നത് നീരാണ്, നീർക്കുടം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. നീര് പോയാലും കുടമുണ്ടത് വാഴും താനെ. ജലം പോയി കഴിഞ്ഞാലും കുടത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, അത് സ്ഥിരമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. നോക്കൂ, നീര് പോയാലും കുടമുണ്ടത് വാഴും താനെ. ജലം നഷ്ടപ്പെട്ടാലും, ജലം കുടത്തിൽ നിന്ന് പോയാലും ആ കുടം എപ്പോഴും വസിക്കുക തന്നെ ചെയ്യും. അതേപോലെ ഉടൽ നീണ്ടിരുന്നിടാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി, ഉടലിന് വസിക്കാനുള്ള ഒരു സ്ഥലമാണ്, ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അത് ജീവിക്കുന്നത്. എന്നിട്ട് വൃത്തിയാളും ജീവനും വസിക്കണം, ജീവൻ വസിക്കുന്നു. അപ്പോൾ നീര് എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് ജീവനാണ്. എങ്ങനെ? ഇന്ദ്രിയങ്ങളിൽ കൂടി വസിക്കുന്ന ജീവനാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും, ജീവനില്ലാതായാലും കുടം, അതായത് ബ്രഹ്മം ശേഷിക്കും. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നീരും നീർക്കുടവും പോലല്ലീ ദേഹമറിഞ്ഞിടൂ, നീര് പോയാലും കുടമുണ്ടത് വാഴും താനെ, ഉടൽ നീണ്ടിരുന്നിടാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി പടരുന്ന വൃത്തിയാളും ജീവനും വസിക്കണം. ജീവൻ ഇന്ദ്രിയങ്ങളിൽ കൂടി വസിക്കുന്ന നീരാണ്, ജലമാണ്, കുടത്തിലെ ജലമാണ് ജീവൻ. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ആ കുടം, ജീവനിരുന്ന അല്ലെങ്കിൽ വെള്ളമിരുന്ന ആ കുടം ശേഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നീരും കുടവും എന്ന അലങ്കാര കൽപ്പനയിലൂടെയാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് ഈ സത്യം പറയുന്നത്. ഉടലിൻ്റെയും ജീവൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും, ഉടൽ നഷ്ടപ്പെട്ടു പോയാലും അതിരിക്കുന്ന കുടമാകുന്ന ബ്രഹ്മം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് സത്യത്തിൽ ഈ പറയുന്നത് വിശിഷ്ടാദ്വൈതമാണ്. വിശിഷ്ടാദ്വൈതം രാമാനുജൻ്റെയും വേദാന്ത ദേശികൻ്റേതുമാണ്. അതായത് അദ്വൈതത്തിലെ ദ്വൈതമാണ് വിശിഷ്ടാദ്വൈതം. അദ്വൈതത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ദ്വൈതത്തെയും അംഗീകരിക്കുന്നു. അതായത് ജീവനെയും ബ്രഹ്മത്തെയും അംഗീകരിക്കുകയാണ് വിശിഷ്ടാദ്വൈതം ചെയ്യുന്നത്. വിശിഷ്ടാദ്വൈതത്തിന് തന്നെ 2 ഉപവിഭാഗങ്ങളുണ്ട്. വടകല എന്നും തെങ്കല എന്നും തമിഴകത്ത് 2 ഉപവിഭാഗങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിൽ വടകലയെക്കുറിച്ചിട്ടാണ് ഇവിടെ സുന്ദരമൂർത്തി നയനാർ പറയുന്നത്. അതായത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അംഗീകാരത്തോടു കൂടി തന്നെ ആഗമങ്ങളിലെ സത്യത്തെ ലയിപ്പിച്ച് ചേർക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് വിശിഷ്ട അദ്വൈതത്തിലെ വടകലയിൽ നാം കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. വേദാഗമ പൊരുളിനെ കുറിച്ചിട്ടും
അതായത് വേദപ്പെരുമയെക്കുറിച്ചിട്ടും ആഗമപ്പെരുമയെക്കുറിച്ചിട്ടും രണ്ടും ഒരേപോലെ തിരുമൂലാചാര്യൻ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ വേദത്തെയും ആഗമത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു രാജവീഥിയാണ് തിരുമൂലരുടെ തിരുമന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ വിശിഷ്ടാദ്വൈതത്തിലെ ചില ദർശനങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. പ്രധാനമായിട്ടും ഇപ്പോൾ ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു വാക്കാണ്, ഒരു മഹാവാക്യമാണല്ലോ തത്വമസി. തത്വം എന്ന് വെച്ചാൽ അത്, ത്വം നീ, അത് നീയാകുന്നു. അത് എന്ന് വെച്ചാൽ ബ്രഹ്മം, ത്വം എന്ന് വെച്ചാൽ ജീവൻ. അങ്ങനെ ബ്രഹ്മത്തെയും ജീവനെയും ഏകത്വത്തിൽ തന്നെ നാനാത്വത്വം കാണുകയാണ് ഈ വിശിഷ്ടാദ്വൈതത്തെ ചെയ്യുന്നത്. അതായത് നീരും കുടവും, നീര് ജലം, ജലവും കുടവും എപ്രകാരമാണോ രണ്ടായിരിക്കുന്നത്, പക്ഷേ അത് ഒന്നായി തന്നെ, അതായത് നീരിൻ്റെ ആധാരമാണ് കുടം. ആ നീര് ഇല്ലാതായാലും കുടം ശേഷിക്കും. ആ കുടത്തിൽ വീണ്ടും നീര് വരും, നീര് നിറയും. അതായത് അനേകം ജീവന്മാർ വീണ്ടും ഈ ബ്രഹ്മത്തിൽ തന്നെ വീണ്ടും വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വിശിഷ്ടാദ്വൈത ദർശനം തന്നെയാണ് ഈ വരികളിൽ കാണുന്നത്. ഞാനത് ലളിതമായിട്ട് ഒന്നുകൂടെ പറയാം. നീര് ജലമാണ്. ആ ജലം എവിടെയാണ് ഇരിക്കുന്നത്? കുടമാണ്. രണ്ടും ഒന്നാണെന്ന് തോന്നും, പക്ഷേ രണ്ടും രണ്ടാണ്. അതായത് നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം. ഇതാണ് ഈ ഭാഗത്ത് തിരുമൂലദേവൻ വിശദീകരിക്കുന്ന തിയറി. അപ്പോൾ നീര് പോയാലും കുടം ശേഷിക്കുക തന്നെ ചെയ്യും. ഈ വിശിഷ്ടാദ്വൈത തത്വം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മരണാനുഭവത്തിലൂടെ കടന്നു പോയവരുടെ ചില കൃതികളുണ്ട്. അത് വായിക്കുമ്പോൾ ഈ രണ്ടും രണ്ടാണ് എന്ന്, അതായത് ബ്രഹ്മവും ജീവനും ഒന്നായി തന്നെ ഇരിക്കെ രണ്ടായിരിക്കുന്ന അവസ്ഥയിലെ അനുഭൂതികൾ നമുക്ക് ഈ മരണാനുഭവത്തിലൂടെ കടന്നു പോയ ചിലർ, അതായത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മരിച്ച അനുഭവം ഉണ്ടാവും. പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അവർ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ പാശ്ചാത്യ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രമണ മഹർഷി 2 തവണ തൻ്റെ മരണാനുഭവം ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ മരണാനുഭവത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അത് 1912 സംഭവിക്കുന്നത്. അതായത് രമണ മഹർഷി വിരൂപാക്ഷ ഗുഹയിൽ തപസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രമണ മഹർഷി ഒരു ദിവസം പഴനി സ്വാമിയോടും വാസുദേവ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഭക്തന്മാരാണ്, അവരോടുകൂടി പച്ചയമ്മൻ മല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആ മലയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ മരണാനുഭവം ഉണ്ടായി. ഭഗവാൻ രമണ മഹർഷിക്ക് 2ാമത്തെ മരണാനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ചിട്ട് രമണ മഹർഷി നേരിട്ട് ഇവരോട് പറഞ്ഞ ഭാഗം പിന്നീട് ചില ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രമണ മഹർഷിയുടെ വാക്കുകൾ തന്നെ വായിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മുന്നിലുള്ള, അതായത് മരണാനുഭവത്തെക്കുറിച്ച്, അദ്ദേഹം തനിക്കുണ്ടായ മരണാനുഭവത്തെക്കുറിച്ചിട്ട് തൻ്റെ ഭക്തന്മാരോട് രമണ മഹർഷി പറഞ്ഞതാണിത്. ഇത് രമണ മഹർഷിയുടെ വാക്കുകൾ തന്നെയാണ്. പെട്ടെന്ന് എൻ്റെ മുന്നിലുള്ള പ്രകൃതി ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു. ഒരു അതിശുഭ്രമായ തിരശീല എൻ്റെ മുൻപിലെ ദൃശ്യങ്ങളെ മറച്ചുകൊണ്ട് നിന്നു. എനിക്ക് ക്രമമായിട്ടുള്ള ആ പ്രക്രിയ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. ഒരവസ്ഥയിൽ എൻ്റെ മുൻപിലുണ്ടായിരുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു ഭാഗം വ്യക്തമായും അതേസമയം മറ്റേ വശം മുമ്പിലേക്ക് വന്നുകൊണ്ടിരുന്ന തിരശീല മറച്ചു കളയുന്നതായും കാണാൻ കഴിഞ്ഞു. ഈ അനുഭവത്തിൻ്റെ തള്ളിച്ച കണ്ടതിനാൽ വീഴാതിരിക്കാനായി ഞാൻ നടക്കുന്നത് നിർത്തി. അത് പതുക്കെ മറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നടന്നു തുടങ്ങി. 2ാമത്തെ പ്രാവശ്യവും
ഒരു ഇരുളും മയക്കവും ഉരുണ്ട് കയറിയപ്പോൾ ഞാൻ ആ പാറയുടെ മേൽ ചാരി നിന്നു. വീണ്ടും അത് മറഞ്ഞപ്പോൾ നടന്നു തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യവും വന്നപ്പോൾ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ധരിച്ച് ഞാൻ പാറയ്ക്കടുത്ത് ഇരുന്നു. അപ്പോൾ ആ ശുഭ്രമായ തിരശീല എൻ്റെ ദൃശ്യത്തെ മുഴുവൻ മറച്ചു കളഞ്ഞു. എൻ്റെ തല കറങ്ങാൻ തുടങ്ങി. രക്ത ഓട്ടവും പ്രാണചലനവും നിലച്ചു. ത്വക്ക് നീല നിറത്തിലായി മാറി. സാധാരണ മരണസമയത്ത് വരുന്ന വർണ്ണം വന്ന് അത് കൂടുതൽ മങ്ങിത്തുടങ്ങി. ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന് നിശ്ചയിച്ച വാസുദേവ ശാസ്ത്രി എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു. അതെനിക്ക് അനുഭവപ്പെട്ടു. ഇതാണ് രമണ മഹർഷി തൻ്റെ മരണാനുഭവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ മരണാനുഭവത്തിലൂടെ ആ മറഞ്ഞിരിക്കുന്ന അവസ്ഥയും തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഭാഗം മറഞ്ഞിരിക്കുന്നു, കുറച്ച് ഭാഗം തെളിഞ്ഞുമിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ രണ്ടവസ്ഥകൾ, നീരും കുടവും എന്ന് പറയുന്ന ഈ അവസ്ഥ. നീര് പോയാലും എന്ത് ശേഷിക്കുന്നു? കുടം ശേഷിക്കുന്നു. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.